ആ വ്യക്തി ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ആരാണ് നമുക്ക് ഇത്തരത്തിലുള്ള റൈറ്റ് തന്നത്? നമുക്ക് ഇതിനുള്ള ഒരു കടിഞ്ഞാണ് അല്ലെങ്കിൽ ഇതിനൊരു അവകാശം ആരാണ് തന്നത്? നമ്മളിപ്പോൾ മോശമായിട്ടുള്ളൊരു അനുഭവം നേരിടുകയാണെങ്കിൽ തന്നെ നമ്മൾ തന്നെ അവർക്ക് ശിക്ഷ കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ആ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കി എടുത്തിട്ട് നാട്ടുകാർക്ക് അലക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാനുള്ള അവകാശം ആരാണ് നമുക്ക് നൽകിയത്? ഈ നാട്ടിലെ നീതി ന്യായവും ഒക്കെ പിന്നെ എന്തിനാണ്? ഇത്തരത്തിൽ എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും ഇപ്പോൾ വീഡിയോ എടുക്കുന്നതിൽ പ്രശ്നമില്ല. വീഡിയോ എടുത്തിട്ട് അതൊരു തെളിവായി വെച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി നിയമപരമായിട്ട് നീങ്ങിക്കൂടെ? അതിന് പകരം കണ്ടന്റ് കിട്ടുക, റീച്ച് കിട്ടുക, വൈറലാകുക, ഞാൻ പ്രതികരിക്കുന്ന പെൺകുട്ടിയാണെന്ന് നാട്ടുകാരെ അറിയിക്കുക എന്നൊരു ദുഷ്ടലാക്കോടെ അതിനെ ആ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഒരു വ്യക്തിയെ തേജോവധം ചെയ്ത് ആ വ്യക്തിയെ ഒടുവിൽ ഇപ്പോൾ ഒരു മരണം വരെ ഉണ്ടായിരിക്കുന്നു. അത്തരത്തിൽ ആ വ്യക്തി എന്ത് ചെയ്തിട്ടാണ് എന്ന് ചോദിക്കുകയാണ്. നമുക്കറിയാം, ആ ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് 110% ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യമാണ്. അതിൽ ആ മനുഷ്യൻ അത് ഒരു ബാഡ് ഇന്റൻഷനോടെ ടച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ തട്ടുന്നത് മുട്ടുന്നത് ആ വീഡിയോയിൽ നമ്മൾ കാണുന്നേ ഇല്ല. അപ്പോൾ അത്തരത്തിൽ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് ഒരു 101% ഉറപ്പിച്ച് പറയാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു വീഡിയോ എടുത്ത് ആ മനുഷ്യനെ മാനസികമായി വേദനിപ്പിച്ച് ഒടുവിൽ മരണത്തിലേക്ക് തള്ളിവിടുന്ന തലത്തിൽ ഈ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്.